PSC കുട്ടീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രധാന ദിവസങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണമാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-ന്. 207 അംഗങ്ങളാണ് ആദ്യ യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ 9 വനിതകൾ ഉണ്ടായിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യ യോഗത്തിലെ താൽക്കാലിക അധ്യക്ഷൻ. ആ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 1946 ഡിസംബർ 11-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. 1946 ഡിസംബർ 13-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് 1947 നവംബർ 17-നാണ്. നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ GV മാവുലാങ്കർ. പൊതുജന അഭിപ്രായം അറിയുന്നതിനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച ദിവസം 1948 ഫെബ്രുവരി 28-ന്. ഭരണഘടനയുടെ പൂർണ്ണരൂപം ആദ്യമായി അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4. ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26. ഈ നവംബർ 26-ന് ഇന്ത്യയിലെ ദേശീയ നിയമദിനമായി ആചരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24-നാണ്. 284 അംഗങ്ങളാണ് ഒപ്പുവെച്ചത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ് ജനുവരി 26. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭ ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയായി അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24-ന്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24-ന്. സിംഹമുദ്ര ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26-ന്. 1957 മാർച്ച് 22-ന് ശകവർഷ കലണ്ടർ ദേശീയ കലണ്ടറായി അംഗീകരിച്ചു. വീഡിയോ ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക് യു.